മലയാളം ആരോഗ്യത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ ഇന്നത്തെ എനർജി, നിങ്ങൾ ഇന്ന് അറിയേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് നോക്കാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ എത്തുന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. എന്താണ് നിങ്ങളുടെ ഇന്നത്തെ എനർജി? ഫെയ്ത്ത് ആണ്, കംപ്ലീഷൻ, പ്രയറാണ്. കംപ്ലീഷനും പ്രയറും. ഗസ്റ്റാണ് ബോട്ടം വന്നിട്ടുള്ളത്. നമുക്ക് ഇതിന്ന് കുറച്ച് കാർഡ്സ് കൂടി എടുത്ത് നോക്കാം. ജസ്റ്റിസിൻ്റെ ഒരു ഷാഡോയാണ് എന്നുള്ളത്. ഒരു ട്രാപ്ഡ് പോലത്തെ ഒരു ഫീലിംഗ് ആണ്. നൈറ്റ് ഓഫ് കപ്സ്, ടു ഓഫ് സോർഡ്സ്, പിന്നെ 10 ഓഫ് കപ്സ്, ക്യൂൻ ഓഫ് പെൻഡക്കിളാണ് ബോട്ടം വന്നിട്ടുള്ളത്. സൺ ഗാർഡ് വന്നിട്ടുണ്ട്. ഏസ് ഓഫ് സോർഡ്സ് വന്നിട്ടുണ്ട്. 9 ഓഫ് കപ്പ് വന്നിട്ടുണ്ട്. ടവർ, 2 ഓഫ് വാൺസ്. ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ ഓവറോൾ ഉണ്ട് നിങ്ങൾക്ക്. പക്ഷേ ആദ്യം തന്നെ വന്നതൊരു ഫെയ്ത്ത് എന്ന് പറയുന്നൊരു കാർഡാണ്. അപ്പോൾ ഇത് നിങ്ങളുടെ ഒരു ക്രൗൺ ചക്ര നിങ്ങൾക്ക് ആക്റ്റീവായി കഴിഞ്ഞു എന്നുള്ളതാണ് കാണുന്നതിനകത്ത്. അപ്പോൾ ഈ ക്രൗൺ ചക്ര ആക്റ്റീവായി കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് എല്ലാം റിസീവ് ചെയ്യാൻ പറ്റുമെന്ന് കാണുന്നുണ്ട്. കാരണം നമ്മൾ ക്രൗൺ ചക്രയിലൂടെയാണ് നമ്മൾ എല്ലാ എനർജിയും നമ്മളിലേക്ക് എത്തുന്നത്. അപ്പം നമ്മുടെ ക്രൗൺ ചക്ര ഓപ്പൺ ആയി കഴിഞ്ഞാൽ, ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ തരത്തിലുള്ള അബണ്ടൻസും, നമുക്ക് സന്തോഷവും സമാധാനവും എല്ലാം വരും. എല്ലാ എനർജിയും നമ്മളിലോട്ട് വരും എന്ന് കാണുന്നുണ്ട്. കാരണം ഇതിൽ ഒരു നിങ്ങൾക്ക് കൃത്യമായും ഒരു ഗൈഡൻസ് കിട്ടുന്നുണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ. എല്ലാ കാര്യത്തിലും ഗൈഡൻസ് ഉണ്ട്. കാരണം ഇതിലൊരു ഓൾ വന്നിട്ടുണ്ട്, ഒരു മൂങ്ങ. അപ്പോൾ നമുക്കറിയാലോ അതൊരു സ്പിരിറ്റ് ഒരു ബേർഡാണ് ഓൾ എന്ന് പറയുന്നത്. അപ്പോൾ അത് നിങ്ങളെ ഗൈഡ് ചെയ്യാനുണ്ട് എന്ന് കാണുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ ഓളിനെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും, മൂങ്ങയെ കാണുന്നുണ്ടായിരിക്കും, അതിൻ്റെ ഒച്ച കേൾക്കുന്നുണ്ടായിരിക്കും ചില സമയമൊക്കെ. അപ്പോൾ നിങ്ങളത് വിട്ട് കളയുന്നുണ്ടായിരിക്കും. അത് ശരിക്കും ഒരു നല്ല ശകുനമാണ് എന്നാണ് കാണുന്നത്. ശരിക്കും നിങ്ങൾക്ക് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടാകും. പല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഒരു വെളിപാട് പോലെ തോന്നാൻ സാധ്യതയുണ്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും സത്യമാകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ മറ്റുള്ളവരെ കുറിച്ച് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നോ അത് ചിന്തിക്കുന്നതല്ല, നിങ്ങളിലേക്ക് ആ ഒരു തോട്ട് വരുന്നതാണ്. അതൊരു ഇൻഡ്യൂഷനാണ്. അതും കറക്റ്റ് ആയിരിക്കും. പിന്നെ നിങ്ങളുടെ വിശ്വാസം, അത് തീർച്ചയായിട്ടും അത് നിന്നെ മുഖവിലേക്ക് എടുക്കണം എന്ന് കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു സ്പിരിറ്റ്, ആ ഒരു പ്രസൻസ് നിങ്ങൾക്ക്, നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ പ്രസൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും എന്ന് കാണുന്നുണ്ട്. നിങ്ങളുടെ വഴി അവർ ശരിക്കും ഗൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. ഇത് ചിലപ്പോൾ നിങ്ങളുടെ പിതൃക്കളായിരിക്കാം. അങ്ങനെയുള്ള ആ ഒരു ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാനുണ്ട്
എന്ന് ആണ് ഇതിൽ കാണുന്നത്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഈ പാസ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തീരാനുള്ളൊരു സമയമാണ്, എൻഡിങ് ആണ് ഇത്. അപ്പം നിങ്ങൾ വിശ്വസിക്കുക എന്നാണ്. ഫെയ്ത്ത് എന്ന് വെച്ചാൽ വിശ്വാസമാണ്. അപ്പം നിങ്ങൾക്ക് തോന്നുന്ന പല കാര്യങ്ങളും നിങ്ങൾ ഡൗട്ട് ചെയ്യാതെ വിശ്വസിക്കാൻ വരുന്നുണ്ട്. കംപ്ലീഷനാണ് ഇതിപ്പോൾ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വാധിഷ്ഠാന ചക്രം ശരിക്കും ഒരു എന്തെങ്കിലുമൊക്കെ ബ്ലോക്ക് ഉണ്ടായിരുന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ ആ ഒരു കാര്യം നിങ്ങളിൽ നിന്ന് മാറിപ്പോയി എന്ന് കാണുന്നത്. പൊതുവെ ഈ ഒരു റീഡിങ് ഈ കാണുന്ന ആൾക്കാർക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റീഡിംഗ് ആണ് ഇന്ന് കിട്ടിയത്. പിന്നെ കുറച്ച് കൺഫ്യൂഷൻസ് ഉണ്ട് നിങ്ങൾക്ക്. അതല്ലാതെ പൊതുവെ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് എനർജിയാണ് ഇന്നേ ദിവസം ഉള്ളത്. കംപ്ലീഷനാണ്. അപ്പോൾ പല കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളിലേക്ക് എത്തും എന്നാണ് കാണുന്നത്. അപ്പം നമ്മൾ ഡൗട്ട് ചെയ്യും, അതങ്ങനെ സംഭവിക്കുമോ, അത് എനിക്ക് അങ്ങനെ വരുമോ എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ ഡൗട്ട് ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന നല്ല കാര്യങ്ങൾ, പക്ഷേ അത് തീർച്ചയായിട്ടും അത് നിങ്ങളിലേക്ക് തന്നെ എത്തും എന്ന് കാണുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിരുന്ന കാര്യം നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. നിങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത് അത് നിങ്ങളിലേക്ക് എത്തുന്നുണ്ട്. പ്രയറാണ്. അപ്പോൾ ഇത് ഒരു നമ്മളുടെ മണിപൂരക ചക്ര ആണ് ഇത് ബേസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് യെല്ലോ ലെമനാണ് അതിൻ്റെ കളർ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബ്ലോക്കേജസ് മണിപൂര ചക്രത്തിൽ ഉണ്ടായിരുന്നു എങ്കിൽ അത് മാറുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. അത് മാറി നിങ്ങൾ ശരിക്കും ഒരു ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് ആ ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഉയരുന്നു. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ശരിക്കും മണി ബ്ലോക്കേജസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറുന്നു. അപ്പോൾ പൊതുവേ നിങ്ങളുടെ പ്രയറിന് ഒരു ഫലം കിട്ടിയെന്നാണ് കാണുന്നത്. കംപ്ലീഷൻ. അപ്പോൾ നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ ഏറ്റവും വലിയ വിഷമവും പ്രയാസവും ഒക്കെ നിങ്ങൾ ദൈവത്തിങ്കിൽ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ദൈവം കണ്ടു എന്നാണ് കാണുന്നത്. ഇതിലൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ പലതവണയും ചോദിച്ച കാര്യം, നിങ്ങൾ ശരിക്കും ആവശ്യപ്പെട്ട കാര്യം, അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് നിങ്ങൾ പലതവണയും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ ചോദ്യത്തിനെല്ലാം ഒരു ഉത്തരം കിട്ടുന്നു എന്നാണ് കാണുന്നത്. അത് ഒരു കംപ്ലീറ്റ് ആയി. നിങ്ങൾക്ക് അത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ദൈവം നിങ്ങളുടെ വിളി കേട്ടു എന്നാണ് കാണുന്നത്. പിന്നെ ഇതിലൊരു 8 ഓഫ് സോഴ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളെ ഒരു ട്രാപ്പിലാക്കിയ പോലത്തെ ഒരു ഫീലാണ് നിങ്ങൾ, അല്ലെങ്കിൽ സ്വയം നിങ്ങൾ ട്രാപ്പിലായിരിക്കുന്നു. നിങ്ങളായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം ഈ ഒരു ട്രാപ്പിൽ നിന്ന് നിങ്ങൾ രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് നിങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരിക്കാം. ആ ഒരു കാര്യത്തിൽ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇതിലൊരു ജസ്റ്റിസിന്റെ ഒരു ഷാഡായാണ് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് എനിക്ക് നീതി കിട്ടിയില്ല, ഞാൻ ചിലപ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്യാതെ ശിക്ഷിക്കപ്പെടുന്ന ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ട്രാപ്പിൽ മറ്റുള്ളവരുടെ ആ ഒരു വിശ്വാസം, നിങ്ങൾ ആരെയും വിശ്വസിച്ചിട്ട് ട്രാപ്പിലായി പോയ ആൾക്കാരായിരിക്കാം. ചിലപ്പോൾ അതൊരു പ്രണയം വഴിയായിരിക്കാം. ചിലപ്പോൾ ആൾക്കാരെ അറിയാലോ, പ്രണയം വഴിയാണ് ഇപ്പം ഏറ്റവും കൂടുതൽ ചതി വരുന്നത്, പ്രണയത്തിലൂടെയാണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഒരു പ്രണയം വഴി നഷ്ടപ്പെട്ടു, ജസ്റ്റിസ് കിട്ടിയിട്ടില്ല എങ്കിൽ, നിങ്ങളതിൽ ട്രാപ്ഡ് ആയിട്ടുള്ള ഒരു ഫീലിംഗ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിശ്വസിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളിൽ ആ വിശ്വാസത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രയറിനെല്ലാം ഒരു ആൻസർ ഉണ്ട്, നിങ്ങളുടെ ചോദ്യത്തിനെല്ലാം ഉത്തരവുണ്ട്. വിഷമിക്കണ്ട എന്നാണ് ഇന്നേ ദിവസം ഡിവൈൻ നിങ്ങളോട് പറയുന്നത്. കാരണം ഇതൊരു ക്യൂൻ ഓഫ് പെൻഡക്കിളാണ് ഇതിൻ്റെ ഒരു ബോട്ടം വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നഷ്ടപ്പെട്ട കാശ്, ചിലപ്പോൾ പലരും ഇതൊരു പൈസ നഷ്ടപ്പെട്ട് അത് തന്നെ കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് കിട്ടുന്ന എനർജി എല്ലാം ശരിക്കും മണിയുമായി ബന്ധപ്പെട്ട ഒരു എനർജിയാണ് കൂടുതലും ഇപ്പോൾ കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിൽ ശരിക്കും ഒരു മണി ലോസ് ഉണ്ടായെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾ അതിൽ നിന്ന് ഓവർകം ചെയ്ത് പുറത്തേക്ക് വരാൻ നിങ്ങൾക്ക് പറ്റും എന്ന് തന്നെ കാണുന്നുണ്ട്. പിന്നെ ഇതിൽ ഒരു 2 ഓഫ് വാൻസും ഇതിലും ഒരു 2 ഓഫ് സോൾസും വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പല കാര്യങ്ങൾക്കും കൺഫ്യൂഷനാണ്. ആ കൺഫ്യൂഷനാണ് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പം അതിൽ വിശ്വസിക്കുക. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കുള്ള
ഫലം കിട്ടിയിട്ടുണ്ട്, അതിനൊരു കംപ്ലീഷൻ വന്നിട്ടുണ്ട്, വിഷമിക്കണ്ട എന്നാണ് കാണുന്നത്. പിന്നെ നൈറ്റ് ഓഫ് പെന്റക്കിളാണ്, നൈറ്റ് ഓഫ് കപ്സ് ആണ്. തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തുന്നു. അത് ചിലപ്പോൾ ഇതില് നിങ്ങൾ ഏറ്റവും ആഗ്രഹിച്ചത് ഒരു പ്രണയമാണ് എന്നുണ്ടെങ്കിൽ ആ ഒരാള് നിങ്ങളിലേക്ക് ഒരു പ്രണയവുമായി വരുന്നു എന്നുള്ളതാണ്. ഒരു കപ്പ് ഓഫ് ലവും ഓഫർ ചെയ്ത് വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഭയങ്കര നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ട് ഒരു തീവ്രമായ പ്രണയവുമായിട്ട് നിങ്ങളിലേക്ക് വരുന്നു എന്ന് കാണുന്നുണ്ട്. പിന്നെ ഇതിൽ 10 ഓഫ് കപ്പാണ്. ശരിക്കും ഒരു ഇതിൽ കംപ്ലീഷൻ എന്ന് പറയുന്ന ഒരു കാർഡും വന്നിട്ടുണ്ട്, 10 ഓഫ് കപ്പും വന്നിട്ടുണ്ട്. അപ്പം ശരിക്കും ഒരു ഉള്ളിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ പലപ്പോഴും അഭിനയിക്കേണ്ടി വരും സന്തോഷം. ഇത് അങ്ങനെയൊന്നുമല്ല, ശരിക്കും നിങ്ങൾക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു ദിവസമാണെന്ന്. അത് ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം, നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തുന്ന ഒരു ദിവസമായിരിക്കും. കുറേ കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾ ദൈവത്തോട് ചോദിച്ചതും ഒക്കെ ആയിരിക്കും. അപ്പോൾ ആ ഒരു കംപ്ലീഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു 10 ഓഫ് കപ്സിന്റെ എനർജി വന്നത് കൊണ്ടാണ് അത് ഒരുപാട് സന്തോഷം നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. പിന്നെ പേജ് ഓഫ് പെന്റക്കിളാണ്. ഒരു ന്യൂ ബിഗിനിങ് ഉണ്ട്. നിങ്ങൾക്ക് പുതിയതായി നിങ്ങളൊരു ബിസിനസ് തുടങ്ങുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് പോകുന്നുണ്ടായിരിക്കാം. അങ്ങനെ പൈസയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു കാര്യം നിങ്ങൾ പുതിയതായി തുടങ്ങാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ബിസിനസ്സിൽ എന്തെങ്കിലും നഷ്ടം വന്നിട്ടുണ്ട്, ആ ബിസിനസ് മാറ്റാൻ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതിനൊരു നല്ല തുടക്കമാണ് എന്ന് തന്നെ കാണുന്നുണ്ട്. സൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ക്ലാരിഫൈ ചെയ്താണ് ഈ സൺ കാർഡ് ഇവിടെ എത്തിയിട്ടുള്ളത്. അപ്പോൾ സൺ എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, സൂര്യൻ ഉദിക്കുന്നു എന്നുള്ളതാണ്. എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾക്ക് ഇരുട്ട് വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് ഇരുട്ടിലായിരുന്നു, നിങ്ങൾക്ക് വിഷമായിരുന്നു എങ്കിൽ ഇരുട്ട് മാറി ശരിക്കും ഒരു സൂര്യൻ ഉദിക്കുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിലെന്ന് കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും ഇതിലും ഒരു സണ്ണുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ സൂര്യൻ ഉദിച്ച് നിങ്ങളുടെ ജീവിതത്തിൽ പ്രകാശം വരുത്താനുള്ള സമയമായി എന്ന് കാണുന്നുണ്ട്. പുതിയ തുടക്കമാണ്, അതും ഒരു പുതിയ തുടക്കമാണ്. ഇത് ഗ്രേറ്റ് ഹാപ്പിനെസ് ആണ് എന്നുള്ളതാണ്. ശരിക്കും നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിലൊക്കെ മൂടിയായിരുന്നുവെങ്കിൽ അതിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ശരിക്കും ഒരു ഹാപ്പിനെസ് വരുന്നു. അത് തന്നെയാണ് ഈ 10 ഓഫ് കപ്സും പറയുന്നത്. പിന്നെ ഏസ് ഓഫ് സോർഡ്സ് ആണ്. അതും ഒരു പുതിയ തുടക്കമാണ്. പക്ഷേ ആ ഒരു പുതിയ തുടക്കം നിങ്ങൾ വളരെ ആലോചിച്ച് ചെയ്യേണ്ട ഒരു തുടക്കമാണത്. പെട്ടെന്ന് എടുത്ത് ചാടി ചെയ്യാനുള്ള ഒരു തുടക്കമല്ല ഏസ് ഓഫ് സോർഡ്സ്. ചിലപ്പോൾ അതെന്തെങ്കിലും ഒരു ഓഫർ ആയിരിക്കും. പക്ഷേ ആ ഓഫർ നിങ്ങൾ വളരെ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ട ഒരു ഓഫറും ഇന്നേ ദിവസം വരും. അങ്ങനെ കാണുന്നുണ്ട്. 9 ഓഫ് കപ്സ് ആണ്. അപ്പോൾ 10 ഓഫ് കപ്സും 9 ഓഫ് കപ്സും വന്നിട്ടുണ്ട്. ശരിക്കും കുറേ കാലങ്ങൾക്ക് ശേഷം നിങ്ങൾ മനസ്സറിഞ്ഞ് സന്തോഷിക്കുന്ന ഒരു ദിവസമായിരിക്കും. അതങ്ങനെ തന്നെ സന്തോഷിക്കാനുള്ള ഒരു അനുഗ്രഹം ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക്. ടവർ വന്നിട്ടുണ്ട്. അപ്പോൾ ഫുള്ളി ഒരു ചേഞ്ചാണ്. നിങ്ങളുടെ ലൈഫ് ഇത്രയും കാലം ഉണ്ടായിരുന്നതിൽ നിന്നും പൂർണ്ണമായും ഒരു മാറ്റം വരുന്നു എന്നുള്ളതാണ്. ആയിരുന്ന അവസ്ഥയിൽ നിന്നും ഒരു തികച്ചും ഒരു മാറ്റം വരുന്നു. നിങ്ങൾക്ക് സന്തോഷങ്ങളാണ്, പുതിയ തുടക്കങ്ങളാണ്. ഇപ്പം 9 ഓഫ് കപ്പ് 9 എന്ന് പറയുമ്പോൾ ഒരു ഫുൾഫിൽമെന്റ് ആണ്. അതിൽ തിരിച്ചെടുത്ത് ഒരു 10 വന്നിട്ടുണ്ട്. അതും ഒരു പുതിയ തുടക്കമാണ്. പേജ് ഓഫ് പെന്റക്കിൾസ് ഒരു പുതിയ തുടക്കമാണ്. ഏസ് ഓഫ് സോർഡ്സ് ഒരു പുതിയ തുടക്കമാണ്. സൺ കാർഡ് ഒരു പുതിയ തുടക്കമാണ്. അപ്പോൾ ഒരുപാട് ഇത് ടവർ കാർഡ്, ടവർ വന്നിട്ടുണ്ട്. ടവർ ഒരു ചേഞ്ചാണ്. അപ്പോൾ എന്തായാലും ഒരു ഓവറോൾ ഒരു ചേഞ്ചാണ് ലൈഫിൽ വരുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ നമുക്കിത് കുറച്ചുകൂടി ഈ ഒരു ഓറക്കിലൊക്കെ വെച്ച് നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം എന്തൊക്കെയാണെന്ന്. ബാലൻസ് ആണ്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞല്ലോ, ഇതിലൊരു സ്പിരിറ്റ് ഗൈഡ്സിന്റെ അനുഗ്രഹവും ഉണ്ട്. തീർച്ചയായിട്ടും ഇത് അങ്ങനെയാണ് പറയുന്നത്. ടെമ്പറൻസ് ആണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു അനുഗ്രഹമുണ്ട്. ഇതിലൊരു മാലാഖയുടെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്. അപ്പം തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ബ്ലെസ്സിങ്സ് ഉണ്ട്. നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സിൻ്റെയോ നിങ്ങളുടെ പിതൃക്കളുടെയോ അല്ലെങ്കിൽ നിങ്ങൾ ആരാധിക്കുന്ന ദൈവത്തിൻ്റെയോ ഒക്കെ ഒരു ശരിക്കും പ്രൊട്ടക്ഷനും
ബ്ലെസ്സിങ്സ് നിങ്ങൾക്കുണ്ട്, അത് നിങ്ങൾ വിശ്വസിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിൽ അത് ബാലൻസ് വരുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ പെയിൻ ഉള്ള സമയം നമ്മൾ ചോദിക്കും, എന്തിനാണ് ഇത്രയധികം പെയിൻ എനിക്ക് മാത്രം ഇത്ര തരുന്നത്, ഇത്രയും സ്ട്രഗിൾ ചെയ്യുന്നത് എന്താണ് എന്നൊക്കെ ചോദിക്കും. പക്ഷെ നമ്മൾ അതിൽ നിന്ന് ഒരു ലെസൺ പഠിക്കാനുള്ളത് കൊണ്ട് മാത്രം അതങ്ങനെ വരുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു പാഠമൊക്കെ നിങ്ങൾ പഠിച്ച് തീർന്നിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം ഒരു ബാലൻസിലേക്ക് എത്തുന്നത്. അതും ഒരു കംപ്ലീഷനാണ്. ത്രോട്ട് ചക്ര വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചില ആൾക്കാർ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ത്രോട്ട് ചക്ര ആക്റ്റീവായി എന്ന് കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ പൊതുവേ നിങ്ങളുടെ ചക്രകളൊക്കെ ആക്റ്റീവ് ആയിരിക്കുന്ന ഒരു സമയം കൂടിയാണത്. ശരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു എക്സാമിനാണെങ്കിൽ ഒരു വൈവ പോലെ നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പണ്ട് അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം പോലും നിങ്ങൾക്ക് പറയാൻ പറ്റില്ല എങ്കിൽ ഇപ്പോൾ അതങ്ങനെ നല്ലതായിട്ട് നിങ്ങൾക്ക് അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. അതുപോലെ എന്ത് കാര്യമായാലും നിങ്ങൾക്ക് ഇപ്പോൾ ഓഫീസിലായാലും എന്ത് കാര്യമായാലും പഠിക്കുന്നവർക്കായാലും നിങ്ങളുടെ ത്രോട്ട് ചക്ര ആക്റ്റീവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ഒരു കാര്യം അവിടെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങളിപ്പോൾ ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ സെയിൽസ് പോലെയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമേഴ്സിനെ കൺവിൻസ് ചെയ്യിക്കാൻ പറ്റും. ത്രോട്ട് ചക്ര ആക്റ്റീവ് ആയി കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്നത് അവർ വിശ്വസിക്കുകയും ചെയ്യും. അതും കൂടെ ഉണ്ട്. ഇപ്പം നമ്മൾ ചിലപ്പോൾ നമ്മുടെ ത്രോട്ട് ചക്ര ബ്ലോക്ക് ഒക്കെ ആയിരുന്നു നമ്മൾ എന്ത് പറഞ്ഞാലും, നമ്മൾ സത്യം പറഞ്ഞാലും മറ്റുള്ളവർ വിശ്വസിക്കില്ല. നമ്മൾ പറയുന്നത് അനുസരിക്കാൻ അവർക്ക് തോന്നുകയില്ല. അപ്പോൾ ഇത് അങ്ങനെ ആണ് കാണുന്നത്. ഒരു കാർഡ് കൂടി എടുത്ത് നോക്കാം. പോസിറ്റീവ് മൂവ്മെന്റ് ഫോർവേഡ് ആണ്, മൂവിങ് ഓണും വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് പോസിറ്റീവായിട്ടുള്ള യാത്രയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ മൂവ്മെന്റ് പോസിറ്റീവാണ്, മുന്നോട്ടേക്ക് തന്നെ പോകാനാണ് പറയുന്നത്. അപ്പം നിങ്ങൾ ഇനി തിരിഞ്ഞു നോക്കേണ്ടതില്ല, നിങ്ങൾ മുന്നോട്ടേക്ക് പൊയ്ക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പോകാം. ചിലർ ഇവിടെ ഒരു കൺഫ്യൂഷൻ ആണ്. 2 ഓഫ് പെന്റക്കിളും അല്ല 2 ഓഫ് സോർട്സും 2 ഓഫ് വാൺസും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും കൺഫ്യൂഷനാണ്, മുന്നോട്ടേക്ക് എങ്ങനെ പോകണമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ ഇതിൽ ഇങ്ങനെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി ഇരിക്കുന്നുണ്ടെങ്കിൽ എങ്ങോട്ട് പോകണം, എന്ത് തീരുമാനം എടുക്കണം എന്ന് കൺഫ്യൂഷനായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ മുന്നോട്ടേക്ക് പോകാൻ, നിങ്ങളെ ഇൻഡ്യൂഷൻ അനുസരിച്ച് മുന്നോട്ടേക്ക് പോകാനാണ് പറയുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയാം എങ്ങോട്ട് പോകണമെന്ന്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇൻഡ്യൂഷനെ വിശ്വസിക്കുക. അങ്ങനെ നിങ്ങൾ ഇൻഡ്യൂഷനെ വിശ്വസിച്ച് മുന്നോട്ട് തന്നെ പോകാൻ പറയുന്നുണ്ട്. പിന്നെ ഒരു ക്യൂർ ഓഫ് പെന്റക്കിളിന്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായി എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ട്, അതിലൊരു ക്ലാരിറ്റി വേണമെങ്കിലും അതിലും നിങ്ങൾക്ക് ആ ഒരു കാര്യത്തിൽ നിന്ന് ഇന്നേ ദിവസം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. അപ്പോൾ പൊതുവേ ഇന്നേ ദിവസം വളരെ നല്ല എനർജിയാണ് ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളതെന്നാണ് കാണുന്നത്. ഏകദേശം എല്ലാവർക്കും ഈ ഒരു എനർജി തന്നെ ആയിരിക്കും കേട്ടോ. വളരെ പോസിറ്റീവായിരിക്കും ഇന്നത്തെ ദിവസം. നമുക്ക് എല്ലാ ദിവസവും ഇത്രയും നല്ലൊരു റീഡിങ് കിട്ടണമെന്നില്ല. ഇതിൽ ഈ വീഡിയോ കാണുന്ന കുറേയധികം ആൾക്കാർക്കും ഇത്രയും നല്ലൊരു ഒരു കാര്യമായിരിക്കും ഇന്ന് മനസ്സിലുള്ളത്, അല്ലെങ്കിൽ അവർ ഇങ്ങനത്തെ സാഹചര്യത്തിലായിരിക്കും ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണായിരിക്കും അങ്ങനെ അത്രയും കിട്ടിയത്. ഇതാണ് നിങ്ങളുടെ സാഹചര്യമെങ്കിൽ ദയവായി നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ എല്ലാവരും ഹാപ്പി ആയിരിക്കാൻ ശ്രമിക്കുക. നമുക്ക് എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ അതിൽ നിന്നൊക്കെ ഒന്ന് മുന്നോട്ടേക്ക് പോകാൻ ശ്രദ്ധിക്കണം. കാരണം സൺ കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ ഒരു തുടക്കമാണ് എല്ലാവർക്കും ഉള്ളത് പല കാര്യത്തിലും. ഇപ്പം നമ്മൾ ഓരോ ദിവസവും പുതിയ തുടക്കമാണെന്ന് പറയാം. പക്ഷേ ചില കാര്യങ്ങളിൽ നമ്മൾ ദൃഢമായി ഒരു തീരുമാനമെടുത്ത് മുന്നോട്ടേക്ക് പോകുന്നു. അതിൽ ദൈവാനുഗ്രഹം കൂടെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമുള്ള നല്ല നന്മകൾ നമുക്ക് വരും. പക്ഷേ നമ്മൾ ചിലപ്പോൾ ദൈവാനുഗ്രഹം ഇല്ലാത്തൊരു സമയമാണ്, നമുക്ക് സമയം കുറച്ച് കൊള്ളൂല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നെഗറ്റീവായി പോകും. പക്ഷേ ഇന്നേ ദിവസം നിങ്ങൾക്ക് എന്ത് കാര്യവും ചെയ്യാൻ നല്ലതാണെന്നാണ് കാണുന്നത്. അപ്പം ചില ആൾക്കാരൊക്കെ എന്തെങ്കിലും കാര്യങ്ങൾ ഇന്നേ ദിവസം തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ തുടങ്ങുന്നുണ്ടെങ്കിൽ ഇന്നേ ദിവസം വളരെ പോസിറ്റീവായിരിക്കും. അത് പെട്ടെന്ന് ആ കാര്യം നിങ്ങൾക്ക് സക്സസ്സിലേക്ക് എത്തും. എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ട് എന്നാണ് ഇന്ന് കാണിക്കുന്നത്.
അപ്പോൾ മുന്നോട്ടേക്ക് തന്നെ പോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെ എല്ലാ കാര്യങ്ങളും നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നന്മ വരട്ടെ. ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു. ഒരുപാട് സ്നേഹത്തോടെ